ജി സുകുമാരൻ നായർ അതിഗംഭീരമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അത്ഭുതകരമായ വസ്തുത, NSSന്റെ ഡയറക്ടർ ബോർഡിൽ ഈ ബാലകൃഷ്ണപിള്ള ഉൾപ്പെടെ, സുരേഷ് കുറുപ്പ് ഉൾപ്പെടെ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ധാരാളം രാഷ്ട്രീയക്കാരുണ്ട്. അവരൊക്കെ ഇപ്പൊ സൈലന്റ് ആണ്. ഒരു പക്ഷേ നാളെ എന്ത് സംഭവിക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ. എപ്പോ വേണമെങ്കിലും ഇവരെല്ലാം വാക്കുമാറി ചിലപ്പോൾ പറഞ്ഞു എന്നും വരാം. അന്ന് തിരിച്ച് നിങ്ങൾ എന്നോട് ചോദിച്ചു എന്ന് വിചാരിക്കാം, നിങ്ങൾ അദ്ദേഹത്തിനെ മഹത്വവൽക്കരിച്ചില്ലേ? അതിനുത്തരം ഓടുന്ന പട്ടിക്ക് 5 മുഴം മുമ്പേ എറിഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ഏത് വ്യക്തി എന്തു പറയുന്നു, എന്തു ചെയ്യുന്നു, ആ പറയുന്നതിനെയും ചെയ്യുന്നതിനെയുമാണ് നമ്മൾ അനുകൂലിക്കുന്നതും അത് ആവേശോജ്വലമായി സമുദായം എടുക്കണം, സമൂഹം എടുക്കണം എന്ന് പറയുന്നതും. അവർ തിന്മ പറയുമ്പോൾ അതേ ആവേശത്തോടു കൂടി അത് തിരസ്കരിക്കണം, എതിർക്കണം എന്നും പറയുന്നത്. ഒരു വ്യക്തി ജനിച്ചതു മുതൽക്ക് മരിക്കുന്നത് വരെ ചെയ്യുന്ന പ്രവൃത്തിയെ അനുകൂലിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നത് ബോണ്ട് പേപ്പറിൽ എഴുതി കൊടുത്തിരിക്കുന്നതൊന്നുമല്ല. നല്ലത് ചെയ്താൽ അപ്പം നല്ലതെന്ന് പറയാനും നമ്മൾ പഠിക്കണം. നല്ലതല്ലാത്തത് സമൂഹത്തിനെതിരെ, സംസ്കാരത്തിനെതിരെ ചെയ്യുമ്പോൾ അതിനെ പ്രതികരിക്കാനും പഠിക്കണം. ഇതാണ് എൻ്റെ വീക്ഷണം. എല്ലാവരും യോജിക്കണമെന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, ജി സുകുമാരൻ നായർ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. സമദൂരമെല്ലാം മാറ്റാനും ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് ഗ്രാന്റ് കൊടുത്ത അമ്പലങ്ങളെയൊക്കെ അങ്ങോട്ട് താലോലിച്ച് ഉയർത്തുന്നു എന്ന കള്ളപ്രചരണത്തിനെതിരെ ജി സുകുമാരൻ നായർ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാറിയും മറിഞ്ഞുമാണെങ്കിലും വെള്ളാപ്പള്ളി നടേശനും കുറേയൊക്കെ ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ട് പറയുന്നുണ്ട്. ഒരുപക്ഷെ മകൻ കറുത്ത ഡ്രസ്സിട്ട് അതിഗംഭീരമായിട്ട് ഈ ജാഥയുടെ കൂട്ടത്തിലുള്ളത് കൊണ്ടോ മുൻനിരയിലുള്ളത് കൊണ്ടോ ഒരിക്കൽ പറഞ്ഞത് മാറ്റി പറയാത്തത് കൊണ്ടോ ആയിരിക്കാം വെള്ളാപ്പള്ളി നടേശൻ ഇടയ്ക്കിടയ്ക്ക് വിശ്വാസികളോടൊപ്പമാണെന്നും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുവെന്നും ഇടയ്ക്ക് ഭരിക്കുന്നവരുടെ ഭീഷണി കിട്ടുമ്പോൾ മാറി പറയുകയും എല്ലാം ചെയ്യുന്നത്. വിഷയം മാറിപ്പോയിട്ടില്ല. നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ നോക്കാം, യോഗക്ഷേമ സഭ ശക്തമായ സപ്പോർട്ട് തന്നിട്ടുണ്ട്. തന്ത്രി സമാജം ശക്തമായ സപ്പോർട്ട് തന്നിട്ടുണ്ട്. അഖില കേരള ബ്രാഹ്മണ സമാജം വൈവിധ്യമാർന്ന ജനതയുണ്ട്, അവരെല്ലാവരും സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിശ്വകർമ്മ സഭ ശക്തമായിട്ട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ പത്രത്തിലൂടെ നോക്കിയാൽ അറിയാം, വെള്ളാള സഭ ശക്തമായ സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഓരോ ഹൈന്ദവ സംഘടനകളും പുലയ മഹാസഭയിലെ ഒരു വിഭാഗം മാറി നിൽക്കുന്നു. മാറി നിൽക്കട്ടെ, അത് കുഴപ്പമുള്ളതൊന്നല്ല. മറ്റൊരു വിഭാഗം അതിശക്തമായ പിന്തുണ തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സംഭവം വരുമ്പോൾ എല്ലാവരും കണ്ണുമടച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനും സാധിക്കില്ല. വൈവിധ്യമാർന്ന അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും വേണം. പക്ഷെ മൊത്തം ഹൈന്ദവ വിശ്വാസികളുടെ കൂടെയാണ് ഇവര് എന്ന് പറയുകയും ഏതാണ്ട് ഞങ്ങൾ ധാർഷ്ട്യത്തോടുകൂടി ശബരിമലയിലേക്ക് കയറിയാൽ ധാർഷ്ട്യത്തോടുകൂടി തന്നെ തടയുമെന്ന് ഒരുമിച്ച് പറയാനുള്ള ഒരവസരം ഉണ്ടായിരുന്നു. ഇത് ദുഃഖിക്കാനോ വിഷമിക്കാനോ പരിതപിക്കാനോ കരയാനോ ഉള്ള സമയമൊന്നുമല്ല. ഇതാണ് യഥാർത്ഥത്തിൽ ചങ്കൂറ്റം ഉണ്ടാക്കാനുള്ള സമയം. യഥാർത്ഥത്തിൽ ഇത്രയും ധന്യമായ രീതിയിൽ തന്നെ ഈ ഒരു പ്രവർത്തനം നടത്തുന്നതിന് എല്ലാ ക്ഷേത്രങ്ങളുടെയും പങ്കാളിത്തമുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ വരുന്നവർ, ഉറങ്ങിക്കിടന്നവരൊക്കെ അതാത് ക്ഷേത്രത്തിന്റെ പേരിൽ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റ് മതങ്ങളും കുറേയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ഇപ്പോ സംഘടിക്കുന്ന ഹിന്ദുക്കൾ അന്വേഷിക്കാറില്ല. ഇതുമാതിരി നാമജപ ഘോഷയാത്രയ്ക്ക് ഒരു മുസ്ലിമിനെ വിളിച്ചിട്ട് ക്രിസ്ത്യാനിയെ വിളിച്ച് മതേതരത്വം കാണിക്കാനൊന്നും ഇപ്പൊ ഹിന്ദുക്കൾ ഇറങ്ങാറില്ല. നന്നായി. അത് ജാതി സംഘടനകളിലെ ഉത്തരവാദിത്വപ്പെട്ടവരെ വിളിച്ച് എന്തെങ്കിലും ചെയ്യുന്നുമില്ല. ഇങ്ങനെ ജാതി ഉണ്ടെങ്കിൽ ജാതി വെച്ചുകൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ ഇല്ല, അത് തന്നെ. ഏതായാലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഞാൻ എടുത്തെടുത്ത് പറയാറുള്ളത് ഇനിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രയോജനപ്പെടുത്തണം. പ്രതിഷേധാത്മകമായിട്ട് എന്തെങ്കിലും ചെയ്താൽ പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ള ആ വിഷയം ഇല്ലാതെയായാൽ പ്രതിഷേധമില്ലാതെയാവും. ഇത് നാമജപ ഘോഷയാത്രയാണ്, പ്രതിഷേധിക്കലല്ല, സമരമല്ല.
ഒരുപക്ഷെ അതിൻ്റെ മാർഗം ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൽ അങ്ങനെ അതിനോട് യോജിപ്പുള്ളവരുണ്ടാവാം, യോജിപ്പില്ലാത്തവരുണ്ടാവാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരുമിച്ച് നിൽക്കാൻ നമ്മൾ ഹിന്ദു പഠിച്ചു. അപസ്വരങ്ങൾക്ക് വിലയില്ലാതെയാവുന്നു. മാറി നിൽക്കുന്നവരോട് മാറി നിൽക്കാൻ തന്നെ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. എതിർക്കുന്നവരെ അടിച്ചകത്താക്കാൻ നാരായണ ഗുരുദേവന്റെ സന്ദേശം പോലെ ശ്രമിക്കുന്നു. കാണേണ്ടവരെ കാണുക, അറിയിക്കേണ്ടവരെ അറിയിക്കുക, അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടവരെ തിരിച്ചു കൊണ്ടുവരിക. തിരിച്ചു കൊണ്ടുവന്നാലും പ്രയോജനമില്ല, പ്രശ്നം ഉണ്ടാക്കുമെന്നറിയുന്നവരെ മാറ്റി നിർത്തുക. അതെല്ലാം ഹിന്ദു പഠിച്ചു. പഠിച്ചുകൊണ്ടേയിരിക്കണം. യുവതലമുറയെ എവിടെയൊക്കെ ഇതുമാതിരിയുള്ള പ്രതിഷേധങ്ങളുണ്ടോ ഇതിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇരുത്തണം അവരെ. അവരാണ് നമ്മളുടെ ഇന്നത്തെ നാളത്തെ പൗരന്മാര്. അവർ നാളത്തെ പൗരന്മാരൊന്നുമല്ല, ഇന്നത്തെ നാളത്തെ പൗരന്മാരാണ്. അവർക്ക് ധന്യമായിട്ട് ഇതിന് മാർഗനിർദ്ദേശം നൽകാൻ സാധിക്കണം. അവർക്ക് നല്ല ചങ്കൂറ്റമുണ്ട്. ഇപ്പോൾ ഇന്നലെ കണ്ടത് മുഴുവൻ അതാ. ആ ധന്യമായിട്ടുള്ള ആ യജ്ഞത്തില് നമുക്ക് എന്തൊക്കെ സാധിക്കുമോ അത് ഹൈന്ദവ സംഘടനകളിൽ എല്ലാവരെയും വിളിക്കുക. അതിൽ SNDPയുടെ 2 വിഭാഗം ഉണ്ടെങ്കിൽ അവരെയും വിളിക്കുക. ഈ ഒരു കാര്യത്തിന് നമ്മൾ ഒരുമിച്ച് വരേണ്ടതാ. സമസ്ത നായർ സമാജമുണ്ട്, അല്ലാത്ത NSS ഉണ്ട്. എല്ലാവരെയും വിളിക്കുക. അഖില ഭാരത NSS ഉണ്ട്, അതുപോലെ കർണാടക NSS ഉണ്ട്, തമിഴ്നാട് NSS ഉണ്ട്, ആന്ധ്ര NSS ഉണ്ട്. അവരൊന്നും ഇവിടുത്തെ NSSുമായിട്ട് അഫിലിയേറ്റഡ് അല്ല. അഫിലിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെയാണ് അല്ലാത്തത്. അപ്പൊ അവരൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. ഇനി ഹിന്ദുവിന്റെ കാര്യം വന്നാൽ ഏറ്റവും അധികം മർക്കടമുഷ്ടിയും അതുപോലെ തന്നെ കടുംപിടുത്തമുള്ള പാർട്ടിയിൽ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നതിൽ അവസാനത്തെ വാക്കാണ് ഇപ്പൊ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി. അദ്ദേഹത്തിനെ മുട്ടുകുത്തിക്കാൻ സാധിച്ചാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ അതിനേക്കാൾ താഴെയാണ്. വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത എന്നാൽ താൻ എന്തൊക്കെയോ ആണെന്ന് ധരിക്കുന്നവർക്കാണ് ഇത്രയധികം മർക്കടമുഷ്ടിയും ഇത്രയും അധികം ധാർഷ്ട്യവും ഇത്രയും അധികം അഹങ്കാരമൊക്കെ ഉണ്ടാവുക. ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഭരിക്കുന്നു എന്നല്ല, എനിക്ക് വേണ്ടി ജനങ്ങൾ നിന്ന് തരുന്നു എന്നാണ് ഇപ്പൊ ധരിക്കുന്നത്. എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ പ്രവർത്തിച്ചോളണം. അത് രാജാവിന്റെ ധാരണയായിരുന്നു രാജകുലത്തില്. ഇപ്പൊ അവര് രാജാവിനെയൊക്കെ എതിർക്കുന്നവരാണ്. പക്ഷേ രാജാവിനേക്കാൾ ധാർഷ്ട്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത് പല മന്ത്രിമാരും. അവരുടെ കാലത്ത് നമുക്ക് അവരെ മുട്ടുകുത്തിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഇനി വരുന്നത് ആരും ഇത്രയധികം കോംപ്ലിക്കേറ്റഡ് അല്ല. ഇവിടെ അടുത്ത അമ്പലത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം ലാപ്ടോപ്പ് കൊടുക്കാനായിട്ട് വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ മന്ത്രിസഭയിൽ വന്നിരുന്നു. ഇവിടുത്തെ ABVPയും അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദിയും എന്ന് പറഞ്ഞു എല്ലാവർക്കും കൊടുക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ഇറക്കിയാൽ മതി, ഇല്ലെങ്കിൽ ഇറക്കണ്ട, അങ്ങകത്ത് വെച്ചേക്കാൻ പറഞ്ഞു. ആ കമ്പ്യൂട്ടർ അമ്പലത്തറയിലെ മുസ്ലിം പെൺകുട്ടികൾക്ക് മാത്രം കൊടുത്തില്ല. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. വേറൊന്നുമല്ല, ഹിന്ദുവായി ജനിച്ചതുകൊണ്ട് അവനെന്തെന്നാ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അവൻ 2ാം തരം പൗരനാണോ? 2ാം തരം പൗരനാണ് എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ അല്ലെന്ന് ഞങ്ങൾ കാണിച്ചു തരും എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമുക്ക് ഉണ്ടാവട്ടെ. ഇതിൻ്റെയൊക്കെ പരിണതഫലം ഹൈന്ദവ സംഘടനകളെ ഒരുമിച്ച് കൊണ്ടുവരലാണ്. അത് രാഷ്ട്രീയമായും സാമൂഹികമായും സാമ്പത്തികമായിട്ടും ആത്മാഭിമാനത്തോടു കൂടിയും ആത്മീയമായിട്ടും ഒരുമിച്ച് കൊണ്ടുവരലാണ് ലക്ഷ്യവും മാർഗവും. പ്രണാമം, നമസ്കാരം.